ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാനെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി. അഭിഭാഷകനായ ബൈജു നോയലാണ് പരാതി നൽകിയിരിക്കുന്നത്. സജി ചെറിയാനെതിരായ കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ബൈജു നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവനയെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. തുടരന്വേഷണത്തിന് ഹൈക്കോടതി DGPക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു CPIM നിലപാട്. പരാമർശത്തിൽ ധാർമ്മികത മുൻനിർത്തി സജി ചെറിയാൻ ഒരിക്കൽ രാജിവെച്ചതാണ്. ഒരു വിഷയത്തിൽ ഒരു തവണ രാജി എന്നതാണ് പാർട്ടി നിലപാടെന്നും CPIM വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബൈജു നോയൽ ഗവർണറെ സമീപിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചതാണ് സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം. 2022 പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം 100ന്റെ നിറവിലെന്ന പരിപാടി മല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടെ നടത്തിയ വിവാദ പരാമർശം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടചക്രം എന്നെല്ലാം എഴുതിവെച്ച് എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ദേശമെന്നായിരുന്നു വിവാദ പ്രസംഗത്തിന്റെ ഭാഗം. പ്രസംഗത്തിലെ കുന്തം, കുടചക്രം എന്നീ പ്രയോഗങ്ങൾ എന്തുദ്ദേശിച്ചാണെന്ന് ഹൈക്കോടതി നേരത്തെ ചോദിച്ചിരുന്നു. പരാമർശങ്ങൾ ഭരണഘടനയെ അവഹേളിക്കുന്നതല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നും ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. ഈ വിവാദ പ്രസംഗം വലിയ ചർച്ചയാവുകയും പിന്നാലെ മന്ത്രിസ്ഥാനം സജി ചെറിയാൻ രാജിവെക്കുകയുമായിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെങ്കിലും കേസിൽ കോടതിയിൽ നിന്ന് തീർപ്പുണ്ടാകുന്നതിനു മുൻപ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിക്കാൻ CPIM തീരുമാനം എടുത്തതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. കൊച്ചി സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്.